അത് കിച്ചു ഞാനില്ലായിരുന്നു. അപ്പം കിച്ചുവിന്റെ വ്ളോഗിൽ മോൻ വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം. മഴയൊക്കെ ആണ്ട് പിള്ളേരൊക്കെ ഓടി നടക്കുന്ന. അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കോലമായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം. ചേച്ചിയുടെ മക്കളും ഇവനും ഋതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി. അപ്പം ഋതപ്പനൊരു കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു ഈ സുധിലയത്തിൽ പോയ സമയത്ത് സുധിക്ക് കിട്ടിയേക്കുന്ന കുറേ അംഗീകാരങ്ങളുണ്ടല്ലോ, കുറേ ട്രോഫിയും കാര്യങ്ങളും പിന്നെ സുധിയുടെ ഫോട്ടോസും അതെല്ലാം കൂടെ എടുത്ത് കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്ന സീൻസ് എല്ലാം നമ്മൾ കണ്ടതാണ്. കിച്ചുവിൻ്റെ വ്ളോഗിനകത്ത് തന്നെ അതുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് ഇപ്പം രേണു സുധി വന്നിരിക്കുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് രേണുവിൻ്റെ ഒരു സംസാര രീതിയൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. വളരെ താഴ്മയായിട്ട്, അതായത് വളരെ പാവമായിട്ടുള്ള രീതിയിലാണ് രേണു വന്ന് സംസാരിക്കുന്നത്. കാര്യം പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി പെട്ടു എന്ന്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു അവിടെ ചെന്നത് ആരെയും വിളിച്ചു പറയാതെയാണ്. കാര്യം സർപ്രൈസ് ആയിട്ടാണ് ആ പയ്യൻ അവിടെ ചെന്നിട്ട് ഈ സാധനങ്ങളെല്ലാം എടുത്ത് അങ്ങ് വെളിയിലിട്ടത്. അവരൊട്ടും പ്രതീക്ഷയില്ല, മനസ്സിലായില്ലേ? അപ്പൊ പെട്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി വന്നിരുന്ന് ന്യായീകരിക്കുവാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കിച്ചു ഞാനില്ലായിരുന്നു. അപ്പം കിച്ചുവിന്റെ വ്ളോഗിൽ മോൻ വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം. മഴയൊക്കെ ആണ്ട് പിള്ളേരൊക്കെ ഓടി നടക്കുന്ന. അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കോലമായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം. ചേച്ചിയുടെ മക്കളും ഇവനും ഋതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി. അപ്പം ഋതപ്പനൊരു ഒരു കുഞ്ഞു കളിയുടെ പ്രായം. അവൻ എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തുകൊണ്ടുപോയി കളയാനൊക്കെ നശിപ്പിക്കും. കുഞ്ഞു കൊച്ചല്ലേ. അപ്പം ഋതപ്പൻ കുഞ്ഞു കൊച്ചാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഋതപ്പൻ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പറക്കി കളയുമെങ്കിൽ എന്തുകൊണ്ട് രേണു സുധിയുടെ ട്രോഫിയും കാര്യങ്ങളും ഒന്നും എന്തുകൊണ്ട് ആ പയ്യനെടുത്ത് കളയുന്നില്ല? അതൊരു ചോദ്യമല്ലേ. അവിടെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് താണ്ട് എൻ്റെ അമ്മയുടെ ട്രോഫികൾ കാണണമെന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് ഋതപ്പൻ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇനി എന്തെല്ലാം പറഞ്ഞാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. എന്തായാലും ബാക്കിയോടെ പറ. അതുപോലെ സുധിച്ചേട്ടൻ്റെ കുറേ അവാർഡുകളുണ്ട്. അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞതെടുത്ത് തല്ലിപ്പൊട്ടിക്കും. ആ പ്രായമാണ്, ഏജാണ്. അപ്പം ഒരാളുടെ 1-2 ട്രോഫി എടുത്ത് വെക്കാനുള്ള സ്ഥലമൊക്കെ അവിടെയുണ്ട്. കാര്യം രേണുവിൻ്റെ എന്തുമാത്രം ട്രോഫി അവിടെയുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ സൈഡിൽ കാണിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് എണ്ണിയിട്ട് പറ എത്ര ട്രോഫികൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെന്ന്. അതായത് പുള്ളിക്കാരത്തേക്ക് കിട്ടിയ മൊമെൻ്റോ ഒക്കെയാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ. ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. പാത്ത് കൊണ്ടുപോയി തല്ലി പൊട്ടിക്കും കളിക്കുമ്പം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എൻ്റെ ബെഡിന്റെ അടിയിൽ, അവിടെ വേറെ സ്ഥലം, അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനമാണ്. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് അത് ഇപ്പൊ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ലാതെ എന്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇടയിൽ കിട്ടിയ അവാർഡുകളാണ്. അതെല്ലാം വരുമ്പോ എന്റെ ബാഗിൽ നിന്ന് എടുത്ത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല. സൂചിച്ചേണ്ട അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞൊന്നുമല്ല. നിങ്ങൾ ഈ പറഞ്ഞതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ വന്ന് കയറുന്ന സമയത്ത് കിട്ടുന്ന ട്രോഫികളെല്ലാം അപ്പോൾ അവിടെ വെച്ചിട്ട് പോവാന്ന് പറയുമ്പം എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുമോ? ഞാൻ വളരെ അടുക്കി മര്യാദയോടെയാണ് ആ ട്രോഫിയെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വരുന്ന സമയങ്ങൾ, അതായത് ഓരോ വട്ടം പോയിട്ട് വരുമ്പോഴും ഓരോ ട്രോഫി ആയിട്ട് വരുമോ? ഈ ട്രോഫി കിട്ടുന്നത് എപ്പോഴൊക്കെയാണ്? ഏതെങ്കിലുമൊക്കെ ഓരോ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ട്രോഫി കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഡെയിലി പോയിട്ട് വരുമ്പോൾ ഓരോ ട്രോഫി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതങ്ങോട്ട് ഉൾക്കൊള്ളത്തില്ല. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നുന്നത്. ഇതാണ് സംഭവിച്ചത്. അതുപോലെ സുചേണ്ട ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് ഋതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടുവിട്ട് വെച്ചേക്കുന്നത് സുചേണ്ട. അച്ഛനെ സുന്ദരനാക്കിയതാണ്. ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത്. പിള്ളേരാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യും. അതൊന്നും ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ മനുഷ്യന് കിട്ടിയേക്കുന്ന അംഗീകാരങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ആ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പം അത് ഫ്രണ്ടിൽ തന്നെയാണ് വെക്കേണ്ടത്. മനസ്സിലായോ? ആ ആളുടെ ഐഡൻറ്റിറ്റിയിലാണ് നിങ്ങളെ 10 പേര് അറിയുന്നത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇതിപ്പോൾ കൊച്ചിൻ്റെ തലയിലോട്ട് ഇട്ടിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. കാര്യം ഇത് എല്ലാവരും കണ്ടതാണ്. സകലമാന പേരും ആ ഒരു വീഡിയോ കണ്ടതാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ വരെ അവിടെ പോയി നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി. അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. പിന്നെ സുചേന്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു പെർഫ്യൂം ആ ഒരു ഫോട്ടോയുടെ മുന്നിലുണ്ട്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആ ഒരു പെർഫ്യൂം എടുത്ത് മാറ്റുന്നത്. അങ്ങനെ നശിപ്പിക്കുമായിരുന്നെങ്കിൽ ഇവരെന്തിനാ ആ ഒരു ഫോട്ടോയുടെ മുന്നിൽ ആ പെർഫ്യൂം കൊണ്ടുവന്ന് വെക്കണം? ഇതൊന്നും ഒരിക്കലും ആരും വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് പറയണത്. ഇപ്പൊ പുള്ളിക്കാരത്തി സംസാരിക്കുന്ന രീതി ഉണ്ടോ? മനസ്സിലായി പെട്ടു എന്ന്.
അതുകൊണ്ടാണ് ഇത്രയും വളരെ പാപമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് കുറേ എണ്ണം ഇപ്പോൾ ഉറങ്ങും. നീയൊക്കെ എന്തിനാണ് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്തത്? ഇവിടെ ആരും അവർ ജീവിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു മനുഷ്യൻ, അതായത് ആ ഒരു മനുഷ്യന് കിട്ടിയ അംഗീകാരങ്ങൾ കട്ടിൻ്റെ അടിയിലല്ല കൊണ്ടുപോയി സൂക്ഷിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇവരുടെ തന്നെ ഒരു വ്ളോഗ്. അതായത് ഈ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോയാണ് സൂചിച്ചേട്ടൻ്റെ, ഞാൻ പറഞ്ഞെടുപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ ഇരിക്കുന്നത് തന്നെ അലമാരിയുടെ മണ്ടയിലാണ് പൊടിയടിച്ചിട്ട്. ഇങ്ങനെയൊക്കെ ഇവർ കാണിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്? അല്ലാതെ സൂചിച്ചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ, കാര്യം അറിയാതെ ക്രിട്ടിസൈസ് ചെയ്യാനോ. ഒരു 50ഓളം എനിക്ക് ഒന്ന് വ്ളോഗർമാർ ഇറങ്ങി തോന്നി, ഞാനതൊന്നും കണ്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞാണ്. എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. സമാധാനം സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ട്. കാര്യം കിച്ചു അങ്ങനെ വന്നൊരു പണി കൊടുക്കുമെന്ന് പുള്ളിക്കാരത്തി വിചാരിച്ചില്ല. അല്ലാതെ വേറെ ഒന്നുമല്ല, ഞങ്ങൾ കാരണമൊന്നുമല്ല സമാധാനം നഷ്ടപ്പെട്ടത്. കാര്യം ഇതിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോ ആൾക്കാർ വന്നിരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തിയുടെ നേരത്തെ ഒരു റിലേഷനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, അന്നൊന്നും പുള്ളിക്കാരത്തി ഇത്രയും തളർന്ന് വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കിച്ചു നൈസായിട്ട് വന്ന് പണി കൊടുത്തത് ഏറ്റിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യം എല്ലാം മിക്സഡ് ആക്കി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ മൂത്ത മോൻ്റെ വ്ളോഗായിരുന്നു, അവനും അറിഞ്ഞില്ല, അവൻ വ്ളോഗ് ചെയ്തു, പാവം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കിച്ചു എന്ന് പറയുന്ന പയ്യന് എത്ര വയസ്സുണ്ട് നിങ്ങൾ തന്നെ പറ. അവൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ അറിഞ്ഞൂടെ അയ്യോ ഇത് നെഗറ്റീവ് പോവും. ഓൾറെഡി ഇപ്പം ഈ പറയുന്ന രേണു അമ്മയ്ക്ക് അത്യാവശ്യം നല്ല നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ ഇതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ പബ്ലിക് വെറുതെ ഇരിക്കത്തില്ല എന്ന് അവന് സാമാന്യ ബുദ്ധി ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വാസം തോന്നുമോ? ഒരിക്കലുമല്ല. ആ ഒരു പയ്യൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സാധനം ഇട്ടതാണ്, യാതൊരു മാറ്റവും ഇല്ല. ഇനി ഇതിന് വന്നിരുന്ന് ഇനിയിപ്പോൾ കിച്ചു ആയാലും ഇനി രേണു ആയാലും വന്നിരുന്ന് ന്യായീകരിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. പല കാര്യങ്ങളും മേ ബി ആ ചെറുക്കനൊന്നും വന്ന് പറയാത്തതായിരിക്കാം, ചുമ്മാ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് വെച്ച്. മനസ്സിലായില്ലേ? അവൻ ഒരു അതിഥിയെ പോലെയാണ് ആ ഒരു വീട്ടിൽ ചെന്ന് കയറിയത്. അവന് യാതൊരു വിലയില്ലായിരുന്നു അവിടെ. അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവൂടെ? അപ്പോൾ കുഞ്ഞു പറഞ്ഞിട്ടില്ല, ഇളയത് പറഞ്ഞിട്ടില്ല. ഞാനത് സത്യം പറഞ്ഞ തിരക്കാണ്ട് ഞാൻ കണ്ടില്ല, കണ്ടു നോക്കിയില്ല, കണ്ടവരാണ് പറഞ്ഞത്. അപ്പോൾ അതാണല്ലത്. എൻ്റെ അവാർഡ് എടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സൂചിച്ചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ല രേണുസുതി. സൂചിച്ചേട്ടനെ കളഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചിച്ചേട്ടൻ്റെ അവാർഡ് കളയുന്നത്? ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് എന്തെങ്കിലും ചെയ്യാം, താഴെ പോകുന്നൊക്കെ പൊട്ടുന്നത്. പക്ഷെ സൂചിച്ചേട്ടൻ്റെ അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാനെടുത്തത് സൂക്ഷിച്ചു വെച്ചത്. അത് ഇത്ര വലിയ പ്രശ്നമാകുന്നൊന്നും ഞാൻ കരുതിയില്ല. എന്തായാലും കൊള്ളാം. എന്തായാലും രേണു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, എത്രത്തോളം അത് വെച്ച് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നോ അത്ര അതിൻ്റെ എക്സ്ട്രീമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. നാളെ ഇനിയിപ്പം നിങ്ങൾ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾ നാളെ ലൈഫിൽ ഇനി എന്ത് നേടിക്കഴിഞ്ഞാലും ഈ ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയിലാണ്. അല്ലാതെ രേണുസുതി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരിയോ അല്ലെങ്കിൽ രേണുസുതി ഒരു ഭയങ്കര വലിയൊരു നടിയോ അങ്ങനെയൊന്നുമല്ല. രേണുസുതി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട ആളാണ്. അല്ലാതെ രേണുസുതിക്ക് ഈ പറയുന്നതിനും വേണ്ടിയുള്ള കഴിവോ കാര്യങ്ങളോ, അതായത് അഭിനയിക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആ മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി അതാണ് ഇവിടെ നിങ്ങൾ സെല്ല് ചെയ്യുന്നത്. എന്തായാലും വേറെ ഒരു ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂയും കൂടി ഉണ്ട്, അതും കൂടി കാണാം. വീഡിയോ വന്നത് കണ്ടു, സുധിച്ചേട്ടൻ്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് രേണു എത്ര ട്രോഫി രേണുവിൻ്റെ എവിടെ ഇരിപ്പുണ്ടെന്ന് അറിയോ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന് സംസാരിക്കും. ഇനി ഇതിനകത്ത് എന്ത് ന്യായീകരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, അത്ര ഞാൻ പറയുന്നുള്ളൂ. പബ്ലിക്കിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് നിങ്ങൾക്ക് എത്ര നാൾ ഇങ്ങനെ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും? ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആ ഒരു പയ്യനെങ്ങാനും എന്തെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കരിയർ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി പോകും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട്, വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് എന്താണ്, രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. അങ്ങനെ കമന്റ് ബോക്സ് വന്നേക്കുന്നത്. ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 ഇവനിത് പറയാനുള്ള എന്ത് അവകാശമുള്ളത്? നീ ശരിക്കും ആ വീട്ടിൽ വല്ലതും ആണോ? അല്ലല്ലേ, നീ നിന്റെ വീട്ടിലല്ലേ മക്കളെ താമസിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷിന് ഇതിനെ പറ്റിയിട്ട് പറയാൻ യാതൊരു അവകാശവും ഇല്ല. ഈ സാധനം പുറത്തു വന്നത് സുധിയുടെ മകനിലൂടെയാണ്, മകൻ്റെ യൂട്യൂബ് ചാനലിലാണ്. സോ അളിയ, നീ ചുമ്മാ വന്നിരുന്ന് ഡയലോഗ് അടിക്കല്ലേ. ഒരു മനുഷ്യരെ ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല.
അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല. സുചേട്ടന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചേട്ടന്റെ പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചേട്ടന്റെ ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന്. ഞാൻ പറഞ്ഞ മോനെ അങ്ങനെ ചെയ്യരുത്, 5 വയസ്സായതേ ഉള്ളവൻ. എന്തായാലും ഋതപ്പൻ്റെ തലയിലിട്ടിട്ട് നൈസായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ കുട്ടി എന്തിരുന്ന് ഈ കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ലെന്നൊക്കെ കണ്ട് പറയുന്നൊരു ചൊല്ലില്ലേ, അത് തന്നെ, അല്ല വേറെ ഒന്നും അല്ല. എന്തായാലും ഇതും ഇനി ന്യായീകരിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇപ്പം വരും. ധൈര്യമായിട്ട് ന്യായീകരിച്ചോ, ഒരു ഇഷ്യൂ ഇല്ല. പുള്ളിക്കാരത്ത് ബിഗ് ബോസിൽ കയറണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അന്നേരം ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ എന്ത് പറയുമെന്ന് എനിക്കൊന്ന് കാണണം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.